ഒറ്റപ്പെട്ടു പോയ ഒരു റോസാപ്പൂവിന്റെ കഥ. തന്റെ ഇതളുകളിൽ തേൻ കുടിക്കുവാൻ ഇതുവരെ ഒരു തേനീച്ചയും വന്നിട്ടില്ല. അത്രമേൽ ഒറ്റപ്പെട്ടു പോയ റോസാപ്പൂവ്. പക്ഷേ എന്നിരുന്നാലും രാവും പകലും റോസാപ്പൂവ് തേനീച്ചകളെ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. സ്വപ്നം എങ്ങനെയാണ്? ആകാശം നിറയെ തേനീച്ചക്കൂട്ടം താഴേക്ക് ഇറങ്ങി വന്ന് തന്റെ ഇതളുകളെ ചുംബിച്ച് തേൻ കുടിക്കും. അങ്ങനെ ആ സ്വപ്നം കൊണ്ടുകൊണ്ട് നാളേക്ക് നിലനിൽക്കുവാൻ റോസാപ്പൂവ് പഠിച്ചു. സൂര്യന്റെ വെളിച്ചത്തിൽ വിടരുവാനും അതിന് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി ചന്ദ്രൻ റോസാപ്പൂവിന്റെ അരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ടൊരു ചോദ്യം: മതിയായില്ലേ ഈ കാത്തിരിപ്പ്? റോസാപ്പൂവിന്റെ മറുപടി ഇങ്ങനെയാണ്: സാധ്യതയുണ്ട്, എന്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. വീണ്ടും ചന്ദ്രൻ റോസാപ്പൂവിനോട് ചോദിച്ചു: എന്തിനാണ്, എന്തുകൊണ്ടാണ് ഈ കാത്തിരിപ്പ്? റോസാപ്പൂവിന്റെ മറുപടിയാണ്: വിടരാതിരുന്നാൽ ഞാൻ വാടി കൊഴിഞ്ഞു പോകും. എപ്പോഴെല്ലാം ഏകാന്തത എന്നെ പിന്തുടർന്നു പോകും, അപ്പോഴെല്ലാം ഞാൻ ഉണർന്നിരിക്കും. ഒറ്റപ്പെട്ടവരോടാണ് റോസാപ്പൂവ് സംസാരിക്കുന്നത്. ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്ന മനുഷ്യരോടാണ് റോസാപ്പൂവ് സംസാരിക്കുന്നത്. ഇനി ആരെങ്കിലും വരും എന്നുള്ളതല്ല പ്രധാനം. നിങ്ങളിൽ തന്നെ ഉണർന്നിരിക്കാനും, നിങ്ങളെ തന്നെ കാത്തിരിക്കാനും, നിങ്ങളെ തന്നെ സ്വപ്നം കാണാനും കഴിയണം. അവിടെ ഒന്ന് വിടരുവാൻ കഴിയും. വാടാതെ കുഴിയാതെ ഇങ്ങനെ വിടരുവാൻ കഴിയും. ശരിയല്ലേ?